ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുട്ടി വർക്കിംഗ് ഡേ വ്ളോഗാണ് കേട്ടോ. മോള് വീട്ടിലുണ്ട്. പിന്നെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു വ്ളോഗായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൺഡേ മോർണിംഗ് ആണ്, വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ മോള് വീട്ടിലുണ്ടാവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ സ്കൂളിലേക്ക് പോയിരുന്നു. പക്ഷേ നല്ല മഴയായതുകൊണ്ട് ഡ്രസ്സൊക്കെ നനഞ്ഞ് ഇങ്ങ് പോന്നു. അപ്പോൾ പിന്നെ എന്തായാലും അന്ന് പോകണ്ടെന്ന് വെച്ചിട്ട് അന്നത്തെ ക്ലാസ് ക്യാൻസൽ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലയാണ്, പുട്ടും ചെറുപയറുമാണ്. അപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്യാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യം. എന്തെന്ന് വെച്ചാൽ എല്ലാം നല്ല തിരക്കല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേനും പകുതി കാര്യങ്ങൾ മിസ്സായി പോകുന്ന പോലെ തോന്നും. അപ്പോൾ എന്തായാലും രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഈ ഒരു റൂമിലെ ബെഡ് മേക്ക് ചെയ്യാണ് കേട്ടോ. എല്ലാ റൂമിലെയും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും ഇതങ്ങ് ചെയ്താൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ളതല്ലേ, ആ ഒരു സ്പേസ് ഭംഗിയായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ബെഡ് മേക്കിംഗ് ഞാനിപ്പോഴും എക്സ്പേർട്ടൊന്നുമല്ല, ജസ്റ്റ് എങ്ങനെയൊക്കെയോ മേക്ക് ചെയ്യും. എന്നാലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ പയ്യെ പയ്യെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് നമ്മൾ ലഞ്ച് പ്രിപ്പറേഷന് വരുന്നത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ മോര് കറിയും പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ എന്തോ ഒരു ഫ്രൈ ഉണ്ട്, പിന്നെ പപ്പടം, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അതിന് ശേഷം എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒതുക്കിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ മോരുകറിക്ക് വേണ്ടിയുള്ള കുമ്പളങ്ങ ഞാനവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പാവയ്ക്ക മെഴുക്ക് വരട്ടി ആക്കി എടുക്കുകയാണ്. അപ്പോൾ പാവയ്ക്ക മെഴുക്ക് വരട്ടിയിൽ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഞാൻ പാവയ്ക്ക കറി, വറുത്തരച്ച കറി ഉണ്ടാക്കിയത് കാണിച്ചില്ലേ. അപ്പോൾ ബാക്കി പാവയ്ക്ക കുറച്ചധികം അരിഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പാവയ്ക്ക മെഴുക്ക് വരട്ടി. ഇത് പൊതുവേ ഇവിടെ ഉണ്ടാക്കാത്തൊരു സംഭവമാണ്, എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ് പാവയ്ക്ക. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ കൊത്ത്, അതുപോലെ സവാള, പച്ചമുളക്, ഇതൊക്കെ കൂടിയിട്ടിട്ട് ഒന്ന് നല്ല പോലെ വഴറ്റണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മുടെ പാവയ്ക്കയും കൂടി ചേർത്ത് അത്യാവശ്യത്തിന് എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് മൊരിച്ച് അങ്ങ് എടുക്കണം. അത്യാവശ്യം കയ്പുണ്ടാവും. ഞാൻ നേരത്തെ പാവയ്ക്ക ഉപ്പ് വെള്ളത്തിൽ പുരട്ടിയിട്ട് ആ വെള്ളമൊക്കെ ഇച്ചിരി കളഞ്ഞിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ കയ്പൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ആ കയ്പ് കളയാതിരിക്കാൻ നല്ലത്. പാവയ്ക്ക എപ്പോഴും ആ കയ്പോട് കൂടി തന്നെയാണ് അതിൻ്റെ ഹെൽത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാനിൽ ഇളക്കി എടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പം മോൾ അവിടെ കുറച്ച് ഡ്രോയിങ് പരിപാടികളിലാണ്. അപ്പോൾ ഇവൾക്ക് ഡ്രോയിങ്ങിനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ്. അപ്പം അന്നത്തെ ദിവസം കുറച്ച് ഇങ്ങനത്തെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ അവളെ നെറ്റിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അത് കോപ്പി ചെയ്ത് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊരു ചെറിയൊരു ക്രേവിങ് വന്നു. അപ്പം സ്നാക്ക് ടൈമിൽ ഈ ഒരു പുളിയില്ലേ, തായ്ലൻഡ് പുളി എന്ന് പറയും, മധുരമുള്ള പുളി, അപ്പോൾ അത് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ ബോക്സ് വാങ്ങിച്ചിട്ട് ഇത് സ്നാക്ക് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ മെയിൻലി ഇങ്ങനെ ക്രേവിങ് വരുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ, കുറച്ചൊരു പുളിയുള്ള ഐറ്റംസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. മാങ്ങ, അതുപോലെ നമ്മളുടെ സിട്രസ് ഓറഞ്ചില്ലേ, അത് ഉപ്പിട്ട് കഴിക്കാൻ, പൈനാപ്പിൾ ഉപ്പിട്ട് കഴിക്കാൻ, ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഡ്രോയിങ് അവൾ കൊണ്ടുവന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആവുന്നുണ്ട്. അത് കുറച്ച് സമയം എടുക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് മോര് കറിയാണ്. മോര് കറി അത്ര നന്നായിരുന്നില്ല, അത്യാവശ്യം ജസ്റ്റ് ഓക്കെ ആയിരുന്നുള്ളൂ. തേങ്ങയൊന്നും അരയ്ക്കാതെ വെറുതെ മോര് അടിച്ചിട്ട് താളിച്ചെടുക്കുമായിരുന്നു. ഞാൻ സാധാരണ അങ്ങനെ വെക്കാറില്ല. തേങ്ങ അരച്ച് ചേർത്ത് പിന്നെ തൈരും കൂടി ചേർത്തേ വെക്കാറുള്ളൂ. ഇന്ന് കുറച്ച് എളുപ്പപ്പണി ചെയ്തതാണ്, പക്ഷേ ടേസ്റ്റ് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചധികം നേരം പിന്നെ വർക്ക് ചെയ്യും. ഒരു 3:15 വരെയൊക്കെ ജോലി ചെയ്തിട്ട് ഉറക്കം വരുവാണെങ്കിൽ മാത്രം അപ്പോൾ പോയി ഒരു നാപ്പ് എടുക്കും. ഒരു 1 അവർ ഉറക്കമൊന്നുമില്ല. എനിക്ക് 10 മിനിറ്റും എനിക്ക് ഉറങ്ങാൻ പറ്റും കേട്ടോ. 10 മിനിറ്റ് അലാം വെച്ച് എണീക്കാൻ പറ്റും. പക്ഷേ ആ ഒരു പവർ നാപ്പില്ലേ, അത് എടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷായിട്ട് എണീക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇച്ചിരി അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്കൊരു പേടി. അതായത് ഇനിയിപ്പോൾ യൂട്യൂബൊക്കെ എനിക്ക് കുറയ്ക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത്. എൻ്റെ ഒരു ഹാപ്പി ടൈമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറയ്ക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം നേരത്തെ ഒന്ന് പ്രിപ്പയർഡായിട്ട് ചെയ്യാം, ഒന്ന് കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം
തടക്കുമായിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, എല്ലാവർക്കും അസുഖമായിരുന്നു. അപ്പം ഏകദേശം മാറി വന്നതായിരുന്നു കേട്ടോ. എൻ്റെ ചുമയൊക്കെ മാറി എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ചില ദിവസം എണീറ്റ് നോക്കുമ്പോൾ പെട്ടെന്ന് ചുമയുണ്ട്, നെഞ്ചിന് ബുദ്ധിമുട്ട്, ചുമയൊക്കെ വന്നേക്കുന്നു. അപ്പം ഇത് തീർത്തും മാറാത്തത് കൊണ്ടായിരിക്കാം. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഉള്ളി ചതച്ച് കൽക്കണ്ടം, ചൂടുവെള്ളം ഇതൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെയും ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എനിക്കിങ്ങനെ ചുമ വരുന്നുണ്ട്, എന്നാലും ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ചായയുടെ ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നല്ല സ്കൈയൊക്കെ നല്ല ക്ലിയർ ആണ്. രാവിലെ ഈവനിങ്സും മോർണിംഗ്സും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ മോൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ചെയ്യുന്ന പരിപാടിയാണ് ക്യാരംസ് കളിക്കുക എന്നുള്ളത്. അപ്പോൾ ക്യാരം ബോർഡ് നമ്മൾ അവിടെ തന്നെ കീപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. കാരണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ബോറടിക്കുന്നു എന്ന് തോന്നുമ്പം ഇത് കാണുമ്പോൾ പെട്ടെന്ന് പോയി കളിച്ചോളൂല്ലോ. പിന്നെ ദാ ഈ ഒരു സംഭവം ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതൊരു പെന്നാണ് കേട്ടോ. നമുക്ക് ഐപാഡിൽ ഡ്രോയിങ്ങും റൈറ്റിങ്ങും ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പെന്നാണ്. അപ്പം ആപ്പിളിൻ്റെ തന്നെ പെന്നിന് നല്ല റേറ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയ റേറ്റിന് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ സംഭവം വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനത്തെ ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ചില ആർട്സ്, ഡിജിറ്റൽ പെയിൻറ്റിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതാ ഈ സമയത്ത് പൊട്ടിച്ചുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഞാൻ തന്നെയാണ് തോന്നുന്നു പെൻ. ടിപ്പ് ഇങ്ങനെയാണ്. അത് എഴുതി കാണിച്ചാൽ ഇതൊക്കെ എന്തുവാ പല ഡിഫറൻസ്. പിന്നെ എന്തുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കംപ്ലീറ്റ് ഒരു അസുഖം സീസണാണ്. പയ്യെ പയ്യെ എല്ലാവരും റിക്കവറായി വരുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? അസുഖമൊക്കെ ഉണ്ടോ? അതായത് ഇപ്പം മഴ മാറി പയ്യെ വെയിലൊക്കെ വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് അസുഖത്തിൻ്റെ ഒരു സീസണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ടേക്ക് കെയർ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇതാ കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു, അത് ചൂടാക്കുകയാണ്. പിന്നെ കുറച്ച് കഞ്ഞി, അതുപോലെ ഞാൻ പപ്പടം ഒന്ന് വറുത്തെടുക്കുകയാണ്. യൂഷ്വൽ സിമ്പിൾ ഡിന്നറൊക്കെയാണ്. ബിരിയാണി ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു സൺഡേയോ സാറ്റർഡേയോ ഉണ്ടാക്കിയതിൻ്റെ ലെഫ്റ്റ് ഓവറാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി. ബിരിയാണി എപ്പോഴും ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനുമാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുന്നത്. പപ്പടം ഇച്ചിരി പഴയതാണ്, നന്നായിട്ട് പൊളച്ചൊന്നും വരുന്നില്ല. എന്നാലും നമ്മുടെ കയ്യിലുള്ളതങ്ങ് ഫിനിഷാക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു സെറ്റ് പപ്പടം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചല്ലേ എടുക്കുകയുള്ളൂ, ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. കുറച്ച് പഴയതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറുക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ കിട്ടാറ്. ബാക്കി ഇനി വൈൻഡിങ് പരിപാടികളാണ്. കിച്ചണൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങണം. ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 9 മണി 9:30 മാക്സിമം 9:30 ആകുമ്പോഴത്തേനും കിച്ചണിൽ നിന്ന് പുറത്ത് കിടക്കണം. അതിൽ നേരത്തെ എനിക്ക് പറ്റാറില്ല കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് ടൈമിന് കുറച്ച് ഒന്ന് റിലാക്സായി സ്കിൻ കെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നത് ലേറ്റ് ആവാറുണ്ട് കേട്ടോ. അപ്പം അത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ മോൻ അവൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനുണ്ടായിരുന്നു. ഹിന്ദിയാണെന്ന് തോന്നുന്നു ആൻസർ ചെയ്യുന്നത്, എനിക്ക് ഓർമ്മയില്ല ഏതാന്ന്. കുറച്ച് പണിയായിരുന്നു. എനിക്കും അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്ററൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. മോളും അവളുടെ പഠിത്തം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. കുട്ടി വ്ളോഗാണ്, അധികം ലെങ്ത് ഒന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഫ്രൈഡേ അപ്ലോഡ് ചെയ്യാനിരുന്നതാണ് കേട്ടോ. അന്ന് എനിക്ക് വോയിസ് ഓവർ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് അന്ന് ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.